ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സ്പെഷ്യൽ ഒരു മത്തി ഫ്രൈ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മത്തി എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കുരുകുരാന്നിരിക്കുന്ന മത്തിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ക്ലീൻ ചെയ്ത മത്തി നമ്മൾ കുനുകുനാന്ന് വരഞ്ഞു കൊടുക്കുവാണേ. അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. കുറച്ച് സമയമെടുത്താണ് കേട്ടോ ഇന്ന് ചെയ്തത്. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ ഈ മീൻ വറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നേ. പ്രത്യേക രീതിയിലുള്ള മസാലയൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീനിനകത്തേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അരച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് അതൊന്ന് സെറ്റാവാൻ വേണ്ടി വെച്ചു. ഇന്നും വിറകടുപ്പിലാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഈ വിറകടുപ്പിൽ വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ മീനോ ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ കല്ലെടുത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച്, പാം ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പാം ഓയിൽ എടുത്തൊഴിച്ച് അതിനകത്തേക്ക് മീൻ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച് സെറ്റായേക്കുന്ന മീനെല്ലാം കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ അതൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച് കൊടുത്തേക്കുവാണ് കേട്ടോ. അതൊന്ന് കല്ലാണെങ്കിലും ഒന്ന് തിരിച്ചു മറിച്ച് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അടുപ്പിൽ വെച്ചതുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ ഗൈസ്. കൈയൊന്ന് പൊള്ളി ചെറുതായിട്ട്. അതിനിടയ്ക്ക് കൊച്ച് കയറി വന്ന് വിശന്നിട്ടാന്ന് തോന്നുന്നു കേട്ടോ, ഒന്ന് കരഞ്ഞു. അപ്പം ഞാൻ ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു കുഞ്ഞു കഷ്ണം എടുത്ത് അവന് കൊടുത്തു. കൊച്ചിൻ്റെ അപ്പൻ്റെ സ്വഭാവമാണ് ഗൈസ്. അവന് വിശപ്പൊട്ട് സഹിക്കാൻ പറ്റില്ല. ഇരുന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവന് ഇരിക്കണ്ട, അവൻ എഴുന്നേറ്റ് തന്നെ നിൽക്കണം. അവസാനം ഞാൻ എടുത്തു പിടിച്ച് വാരി കൊടുക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്കുള്ള ചെറിയ ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. ഒരു പണി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് പല പണികളും ചെയ്യാൻ പോകുമല്ലോ, അങ്ങനെ ഒരു പണി. കൊച്ചിന് ഭക്ഷണം കൊടുത്ത അമ്മയുടെ അടുത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും മീൻ മുരിഞ്ഞോ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോഴത്തേക്കും മീൻ ഒരുമാതിരി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു വശം. ഇനിയിപ്പോൾ നമ്മളത് എടുത്തിട്ട് മറിച്ചിടണം കേട്ടോ. ഏകദേശം അത് വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് അടുപ്പിൽ നിന്ന് ഇറക്കി, എന്നിട്ട് നമ്മളത് മറിച്ചിടുകയാണ് കേട്ടോ ഗൈസ്. അടുപ്പിൽ തന്നെ വെച്ച് മറിച്ചിടാനുള്ളൊരു ശേഷി എനിക്കില്ല ഗൈസ്. കാരണം അടുപ്പിൽ വയ്ക്കുമ്പോൾ നല്ല ചൂടാണല്ലോ. ഇനി വീണ്ടും കൈ പൊള്ളിയാലോ എന്ന് പേടിച്ചിട്ട് അത് ഇറക്കി വെച്ചിട്ട് നമ്മളത് മറിച്ച് ഇടുകയാണ് കേട്ടോ. അങ്ങനെ അത് മറിച്ചും തിരിച്ചു വെക്കിയിട്ട് എല്ലാം സെറ്റാക്കിയതിന് ശേഷം വീണ്ടും നമ്മളത് അടുപ്പിൽ തന്നെ വെച്ച് ആ മറിച്ചിട്ട വശം കൂടി നമുക്ക് വേവണമല്ലോ, അതിന് വേണ്ടിയിട്ട് അടുപ്പിൽ തന്നെ വെച്ചു. എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചും മറിച്ചുമൊക്കെ കല്ലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇത് ഊണിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.